ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡാറ്റ സ്ട്രക്ചർ അതിന് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷനുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞ രീതിയിൽ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ അറേ, അതായത് ഏറ്റവും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പല വിഭാഗം ഡാറ്റ സ്ട്രക്ചറിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്കറിയാവുന്നതും ചെയ്യാവുന്നതായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറാണ് അറേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അറേ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൽ സാധാരണ എന്തൊക്കെ ഓപ്പറേഷനുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ ഈ അറേ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൽ ചെയ്യുന്ന അതേ ഓപ്പറേഷനുകൾ എല്ലാ ഡാറ്റ സ്ട്രക്ചറുകളിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻസ് 6 അതിൽ ഒന്നാമത്തെ ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേഷനാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറയാം. സെർച്ചിങ് എന്ന് പറയുന്നത് ആ വേർഡ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണെന്ന് പിടി കിട്ടും. ഇൻസേർട്ടിങ്, ഡിലീറ്റിങ്, സോർട്ടിങ് ആൻഡ് മെർജിങ്. ഈ 6 ഓപ്പറേഷനാണ് സാധാരണ എല്ലാ ഡാറ്റ സ്ട്രക്ചേഴ്സിലും പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. Traversing is an operation in which each element of a data structure is visited. അതായത് ഡാറ്റ സ്ട്രക്ചറിലെ ഒരു ഡാറ്റ സ്ട്രക്ചറിലെ എല്ലാ എലമെൻറ്റും വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ കൂടെ കയറി ഇറങ്ങി പോവുക. അപ്പോൾ അത് ചുമ്മാ റീഡിങ് ആവാം, എന്ന് പറഞ്ഞാൽ വാല്യൂകൾ ഇൻസേർട്ട് ചെയ്യുന്നൊരു ഓപ്പറേഷൻ. എല്ലാ ലൊക്കേഷൻ 34, 12, 18 നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ ഇത് എടുക്കുന്ന ഈ അറയിൽ എടുക്കുന്ന എലമെൻറ്റുകൾ പ്രിൻ്റ് ചെയ്യേണ്ടി വരിക. 34 പ്രിൻ്റ് ചെയ്യുക, 12 പ്രിൻ്റ് ചെയ്യുക, 8 പ്രിൻ്റ് ചെയ്യുക, അങ്ങനെ എല്ലാ ഒരു അറേ എന്ന് പറഞ്ഞതിൽ വരുന്ന എല്ലാ എലമെൻറ്റുകളും പ്രിൻ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും എല്ലാ ലൊക്കേഷനും കൂടിയും കയറി ഇറങ്ങി പോകുന്ന ഓപ്പറേഷനാണ്. അതിന് പറയുന്ന പേരാണ് എന്തെന്ന്? ട്രാവേഴ്സിങ് എന്നാണ് പറയുക. പിന്നെ രണ്ടാമത് നമ്മൾ ജനറലി ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷനാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. എന്താണ് സെർച്ചിങ്? സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഒരു അറേയിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഉള്ള ഓപ്പറേഷനുകളിൽ ലൊക്കേഷനുകളിൽ ഉള്ള എലമെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇതിൽ 38 എന്ന് പറഞ്ഞൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ അത് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുക. പല രീതിയിൽ ചെയ്യാറുണ്ട്. അതിന് പല മെക്കാനിസങ്ങളുണ്ട്. അത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിൽ അങ്ങനെ നമ്മൾ വിചാരിച്ച ഒരു എലമെൻറ്റ് ഉണ്ടോ ഇല്ലയേ എന്ന്, സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതി, അതിന് പറയുന്ന പേരാണ്, ആ ഓപ്പറേഷന് പറയുന്ന പേരാണ് സെർച്ചിങ് എന്നാണ് പറയുക. അതുപോലെ തന്നെ അടുത്ത ഒരു ഓപ്പറേഷനാണ് ഇൻസെർഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. ഇൻസേർട്ട് ചെയ്യുക, പുതിയതായിട്ട് ചേർക്കുക എന്ന് പറയുന്നത്. ഈ ഇവിടെ നോക്കിയേ, it is the operation in which a new data is added at a particular place in a data structure. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ പുതിയതായിട്ടൊരു എലമെൻറ്റ് ആഡ് ചെയ്യുക. അത് നമ്മൾ ഏത് പൊസിഷനിലായാലും കുഴപ്പമില്ല. ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇങ്ങനെ കിടക്കുന്ന, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇതുപോലെ കിടക്കുന്ന ഈ അറയിലേക്ക് നമുക്കൊരു പുതിയ എലമെൻറ്റ് 10 എന്ന് പറഞ്ഞ വാല്യൂ ചേർക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യം, അങ്ങനെ ആ ചെയ്യുന്ന പുതിയതായിട്ട് ചേർക്കുന്ന ഓപ്പറേഷന് പറയുന്ന പേരാണ് ഇതെന്ന് ഇൻസേർഷൻ എന്നാണ് പറയുക. ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇനി 4ാമത് വരുന്ന ഒരു ഓപ്പറേഷനാണ് ഡിലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്കത് പിടികിട്ടും. ഡിലീഷൻ ഈസ് ദ ഓപ്പറേഷൻ ഇൻ വിച്ച് എ പർട്ടിക്കുലർ എലമെൻറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം എ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് നമുക്കൊരു എലമെൻറ്റ് റിമൂവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് 7 എന്ന് പറഞ്ഞ വാല്യൂ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ 7 എന്ന് പറഞ്ഞ വാല്യൂ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിലീറ്റ് ഓപ്പറേഷൻ ഓൺ അറേ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഓപ്പറേഷനാണ് സോർട്ടിങ്. എന്താണ് സോർട്ടിങ്? സോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ചിങ് എന്നാണ് അർത്ഥം, കേട്ടിട്ടുള്ളതാണ് നമ്മൾ. ഇറ്റ്സ് ദ ടെക്നിക് ഓഫ് അറേഞ്ചിങ് എലമെൻറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് ഓർഡർ, അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ, അതായത് അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. അതായത് ഇപ്പോൾ ഈ അറിയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ 7 ഏറ്റവും തുടക്കത്തിൽ വരണം. പിന്നെ രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് 8. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഓർഡറിൽ ആക്കി മാറ്റുന്ന പ്രവർത്തനം, അതിനെ പറയുന്ന പേരാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന അടുത്ത പരിപാടിയാണ്, അടുത്ത ഓപ്പറേഷനാണ് മെർജിങ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും. മെർജിങ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് എലമെൻറ്റ്സ് ഓഫ് 2 sorted data structures to form a new one. അതായത് 2
അറേകൾ അല്ലെങ്കിൽ രണ്ട് ഡാറ്റ സ്ട്രക്ചറുകളെ ഒരുമിച്ചാക്കുക. ഒരുമിച്ചാക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡറിങ് മാറിപ്പോരുത്. ഇപ്പോൾ രണ്ട് സോർട്ടഡ് അറേയാണ്, രണ്ട് അറേഞ്ച്ഡ് അറേയാണെങ്കിൽ ആ രണ്ട് അറേഞ്ച്ഡ് അറേ സോർട്ട് ചെയ്യുമ്പോഴും അത് ഒരുമിച്ച് ഒരേപോലെ അവസാനത്തെ അറേ വരുന്നതും സോർട്ടഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണ് മെർജിങ് എന്ന് പറയുന്നത്. പിന്നെ തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇനി ബാക്കി ഇതിൻ്റെ ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരും. താങ്ക് യു.